ഹലോ ഫ്രണ്ട്സ്, നമ്മൾ വന്ന് നിന്നത് കൊനിങ്സി എന്ന് പറഞ്ഞ ആ ഒരു ബ്യൂട്ടിഫുൾ ഗ്രാമത്തിലായിരുന്നു. അവിടെ നമ്മളിപ്പോൾ തിരികെ പോവുകയാണ്. ഇനിയിപ്പോൾ നമ്മൾ നേരെ പോകുന്നത് മ്യൂണിക്കിലോട്ടാണ്. എല്ലാവർക്കും നമ്മളുടെ ഈ ഒരു മ്യൂണിക് യാത്രയിലോട്ട് സ്വാഗതം. ആ കുന്നുംപുറത്തൊക്കെ എങ്ങനെ ഇവർ പോയി താമസിക്കും? ഇവിടുത്തെ വരുന്ന മരമുണ്ട്. സുസുക്കിയുടെ ജിമ്മിയുടെ ഏറ്റവും ചെറിയ അനിയൻ വലിച്ചു കയറിയാ വരുന്നത്. നമ്മളങ്ങനെ ഓടിച്ചോടിച്ച് നമ്മൾ ജർമ്മൻ ഹൈവേയിലെത്തി. അപ്പോഴത്തേക്കും കാലാവസ്ഥ ആകെപ്പാടെ മാറി. ഭയങ്കര മഴയും നമുക്ക് കാണാൻ പറ്റാത്ത അത്രയും മഴയും തണുപ്പുമായിട്ട്. സത്യത്തിൽ വിസിബിലിറ്റി ഒട്ടും ഇല്ലായിരുന്നു. ചില ഭാഗങ്ങളിലൊന്നും നമുക്ക് ഒരു 2 മീറ്റർ മുമ്പിലുള്ള വണ്ടികൾ കാണത്തില്ലായിരുന്നു. അതുപോലെ നമുക്ക് ഫോഗും ഒക്കെ വന്നിട്ട് വളരെ ശ്രദ്ധയോടുകൂടിയാണ് വണ്ടി ഓടിച്ചത്. നമുക്കിപ്പോൾ മ്യൂണിക്കിൽ പോകാൻ ഇനിയുണ്ട് ഒരു 1.5 മണിക്കൂർ. അത് കാരണം ഈ മഴ പ്രതീക്ഷിക്കാത്തത് കാരണം നമ്മൾ ആ ഒരു എത്തിച്ചേരുന്ന സമയം എന്ന് പറയുന്നത് ഒരു 1.5 മണിക്കൂർ കൂടെ ലേറ്റാവും. കാരണം ഈ ഒരു മഴ കണ്ടിന്യൂസ് ആയിട്ട് ഒരു 2 മണിക്കൂറായിട്ട് ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് വെളിയിലൊന്നും നമുക്ക് അധികം കാഴ്ചകളും കാണാനില്ല. നമ്മൾ താമസിക്കാൻ പോകുന്ന ഹോളിഡേ ഇൻ ഹോട്ടൽ. ഇപ്പം തണുപ്പെന്ന് പറയുന്നത് നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. 7 ഡിഗ്രിയാണ്. മുടിഞ്ഞ കാറ്റും അപാര കാറ്റാണ്. ഇവിടെ നമുക്കിപ്പോൾ പാർക്കിംഗ് സെപ്പറേറ്റ് ഹോട്ടൽ എടുക്കണേ 15 യൂറോ കൊടുക്കണം. പക്ഷെ ഇവർ ഇതിനകത്ത് പറയുന്നുണ്ട് ഒരു 300 മീറ്ററിനപ്പുറം നിങ്ങൾക്ക് ഫ്രീ പാർക്കിംഗ് കിട്ടും. അപ്പോൾ പാർക്കിംഗ് എടുത്താൽ മതിയെന്ന് വിചാരിച്ചിട്ട് നമ്മളിപ്പോൾ നിൽക്കുക. ഈ ഹോട്ടലിന് 1 ഡേക്ക് ഒരു റൂമിൽ 4 അഡൽട്ട് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ എക്സ്ട്രാ ബെഡ് ഉൾപ്പെടെ അവർ തരും. അതിന് നമുക്ക് ചാർജ് ആകുന്നത് നിയർ അബൌട്ട് 550 റിയാൽ, 560 റിയാലാണ് ഇൻക്ലൂഡിങ് ബ്രേക്ക്ഫാസ്റ്റ്. അർത്ഥം ഇന്ത്യൻ മണി എന്ന് പറഞ്ഞാൽ ഒരു 11,000 രൂപ. അത്യാവശ്യം എക്സ്പെൻസീവാണ്. ഹേ ഗൈസ്, ഹോളിഡേ ഇന്നിൽ നമ്മൾ സ്റ്റേ ചെയ്യുന്നത്. നമ്മൾ അവിടെ കുറച്ച് ദൂരെ കൊണ്ടുവന്നിട്ട് വണ്ടി പാർക്ക് ചെയ്തു. ഇന്ന് സാറ്റർഡേ സൺഡേ ആയതുകൊണ്ട്, പബ്ലിക് ഹോളിഡേ ആയതുകൊണ്ട് നമുക്ക് ഫ്രീ പാർക്കിംഗ് ഉണ്ട്. ഇവിടെ നോ പാർക്കിംഗ് ആട്ടോ. ഇവിടെ ഒള്ളി സാധനം ഇറക്കിയിട്ട് ഇവിടുന്ന് മൂവ് ചെയ്യണം. ഇവിടെ പാർക്ക് ചെയ്യാൻ പാടില്ല. അങ്ങനെ നമ്മൾ അവിടെ കൊണ്ട് പാർക്ക് ചെയ്തു. എന്നിട്ട് നമ്മൾ നമ്മുടെ ഹോട്ടലിലോട്ട് വരുവാണ്. ഇതാണ് നമ്മളുടെ ഹോട്ടൽ. ജർമ്മനി വന്നപ്പോൾ എന്തേ കിടക്കുന്നു? സോഡ നാരങ്ങ വെള്ളം, സോഡ ലൈം ടേ. ഇതാണ് നമ്മളുടെ റൂം 854. മൈ ഗോഡ്, ഇതാണ് റൂം. ഇതാണ് റൂം. ഓ സൂപ്പർ. 2 ബെഡ്റൂമാണ്. ഇവിടെയും ബാത്റൂമും എല്ലാം ഉണ്ട്. അടിപൊളിയാണല്ലോ ഇത്. വാവ്, ദിസ് ഈസ് വെരി ഗുഡ്. ഇവിടാണ് ഇവിടുത്തെ വാഷ്റൂമൊക്കെ. അടിപൊളി, സൂപ്പർ, കൊള്ളാം. ഇത് ഒരു മുറിയാണ്. നമ്മൾ ബുക്ക് ചെയ്തിരിക്കുന്നത് 4 പേർക്കുള്ള ഒരു മുറി. ഇത് നമുക്ക് 4 പേർക്ക് ധാരാളം. ഇത് ലാവിഷ്. എന്തിത്? സൂപ്പർ, നല്ല ഡീലായിരുന്നു. വിത്ത് ബ്രേക്ക്ഫാസ്റ്റ് 11,000 രൂപ. നോട്ട് ബാഡ്. $350. അത് എക്സ്പെൻസീവ് ആണല്ലോ. നമ്മൾ പക്ഷെ പണ്ട് പോയപ്പോഴത്തേക്കും എത്രയായിരുന്നു? $150 കിട്ടിയില്ല. ഓക്കെ, ദിസ് ഈസ് ഗുഡ്. ഇത് നല്ല ഡീല, കുഴപ്പമില്ല. ഇതാണ് നമ്മുടെ റൂം. സാധാരണ ഒരു ഹോട്ടലിൽ നമ്മൾ കയറി കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഡിസൈൻ കണ്ടിട്ടില്ല. നോർമൽ 1 റൂം എന്ന് പറഞ്ഞാൽ അവർ എക്സ്ട്രാ ബെഡ് ഇട്ട് തരും. ഇതിപ്പോൾ നമുക്ക് താഴെ ഒരു സെപ്പറേറ്റ് റൂമാണ്. അതൊരു സെപ്പറേറ്റ് എൻട്രി ഉണ്ട് അതിന്, അതുമുണ്ട്.
ഫ്ലഷ് ടാങ്ക് നോർമലി ഇതാണ്ട് ടോയ്ലറ്റിൻ്റെ ഈ ബിഡേ ഇരിക്കുന്ന അവിടെ നിന്ന് ഇവിടാണ് ഫ്ലഷ് ടാങ്ക് സ്വിച്ച് ഇവിടെ അടിക്കണം. ഇതും ഒരു പുതുമയായിട്ട് തോന്നിയതുകൊണ്ട് ഞാൻ എടുത്ത വീഡിയോ. നമ്മൾ ഇന്ന് താമസിക്കുന്ന ഹോട്ടൽ പ്രോപ്പർട്ടി ഹോളിഡേ അങ്ങേ അറ്റം കാണുന്ന മുതൽ ഈ ബിൽഡിങ്സ് എല്ലാം ഹോളിഡേനാ. ഇറ്റ്സ് എ ബിഗ് പ്രോപ്പർട്ടി, വെരി ബിഗ് പ്രോപ്പർട്ടി. നമുക്ക് വേണേൽ ഫ്രീ പാർക്കിംഗ് ഇവിടെ അങ്ങോട്ട് കുറേ നടന്നു കഴിഞ്ഞാൽ അവിടെ ഒരു പാർക്കിംഗ് സോൺ എന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. പാർക്കിംഗ് സോൺ എന്ന് പറഞ്ഞിട്ട് അവിടെ നമുക്ക് കൊണ്ട് പാർക്ക് ചെയ്യാം. അത് വന്നിട്ട് ഹോളിഡേൻ്റെ തന്നെ ഔട്ട്സൈഡ് പാർക്കിംഗ് ആണ് ഫ്രീ. നമുക്ക് ഇവരുടെ അണ്ടർഗ്രൗണ്ട് പാർക്കിംഗ് വേണമെങ്കിൽ 15 യൂറോ. അപ്പോൾ നമ്മളെന്തെടുത്തു, നമ്മൾ അണ്ടർഗ്രൗണ്ട് എടുത്തില്ല. വെറുതെ എന്തിനാ 15 യൂറോ എക്സ്ട്രാ കളയുന്നത്? ഇറ്റ്സ് ഓൾമോസ്റ്റ് 1500 രൂപ. സോ വി ഡിസൈഡഡ് ടു പുട്ട് ഇൻ പബ്ലിക് പാർക്കിംഗ്. കാരണം ടുമോറോ ഈസ് സൺഡേ, സോ ദർ ഈസ് നോ നീഡ് ഓഫ് എക്സ്ട്രാ മണി ടു വേസ്റ്റ്. എവിടെ നോക്കിയാലും നമ്മുടെ ഇന്ത്യൻ പിള്ളേരുണ്ട്. ജർമ്മനിയല്ലേ. ട്രെയിൻ പിടിച്ചിട്ടാണ് പോകുന്നത് ഡൗൺ ടൗണിലോട്ട്. നമ്മുടെ അടുത്ത് തന്നെ റെയിൽവേ പാളം കാണാം. നമ്മളിനി അങ്ങോട്ട് പോകണം. ഇത് നടക്കുക. തണുപ്പ്, ഭയങ്കര തണുപ്പ്. തണുപ്പെന്ന് പറഞ്ഞാൽ ഒരു 6-5 ഡിഗ്രി 4 ഡിഗ്രി ആ റേഞ്ചാണ് തണുപ്പിൻ്റെ. നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്ന മ്യൂണിക് എന്ന് പറയുന്ന സിറ്റി ജർമ്മനിയിലെ, ഇവർ പറയുന്നത് മുഞ്ചൻ എന്നാണ്. ഈ മുഞ്ചൻ എന്ന് പറഞ്ഞ സിറ്റിയിൽ നിന്ന് ഒരു 8 കിലോമീറ്റർ ഫാറാണ്, 8-10 കിലോമീറ്റർ ഫാറാണ് നമ്മളിപ്പോൾ എടുത്ത ഹോട്ടൽ. കാര്യം ഒന്നാമത്തെ കാര്യം, അങ്ങ് ഉള്ളിൽ ഡൗൺ ടൗണിൽ ചെന്ന് കഴിഞ്ഞാൽ പാർക്കിങ്ങിന് ഭയങ്കര പ്രശ്നമാണ്. ഇപ്പം നമ്മൾ അവിടെ കിടന്ന് വട്ടം കറങ്ങണം. നമ്മുടെ വണ്ടി ഉണ്ടെങ്കിലും വണ്ടി കൊണ്ടുവന്ന് ഇവിടെ ഇട്ടിട്ട് ഇറ്റ്സ് മോർ ഗുഡ് ഈസ് ഗോ ബൈ ട്രെയിൻ. സോ നമുക്ക് വേറെ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് നമ്മളിപ്പോൾ ട്രാമിൽ പോകാമെന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. എന്ത് കണ്ടോന്ന്? എല്ലാം അറിയാമല്ലേ? വഴി മൊത്തം പഠിച്ചു. ഏത് വഴി? ക്രോസ് ചെയ്ത് വന്നാൽ മതിയായിരുന്നു. തണുപ്പ് സഹിക്കാൻ പറ്റത്തില്ല. ബാക്കിയെല്ലാം ഓക്കെ. നമ്മളങ്ങനെ ഇപ്പോൾ എത്തിയിരിക്കുന്നത് ട്രെയിൻ സ്റ്റേഷനിലാണ്. നമ്മൾ ഇതിൽ കയറിയിട്ടാണ് പോവേണ്ടത്. എങ്ങോട്ട്? മുഞ്ചൻ സിറ്റി ഡൗൺ ടൗണിലോട്ട് എത്തി. ഇവിടുന്ന് നമുക്ക് 4 പേർക്ക് 20 യൂറോ അപ്പം ഉണ്ടാവും. അണ്ടർഗ്രൗണ്ടിൽ കൂടെ ഫുള്ളി പാക്ഡ്. നമ്മൾ ഏതോ ഒരു സ്റ്റേഷനിലെത്തി, റോസൻഹൈമർ പ്ലാറ്റ്സ്. ഈ സ്ഥലത്തിൻ്റെ പേര് ഇസാർട്ടർ സ്റ്റേഷൻ. നമ്മളിപ്പോൾ വന്നിരിക്കുന്ന മറിയം പ്ലാറ്റ്സ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. മറിയം പ്ലാറ്റ്സ് ഇവിടെ നിന്ന് കേട്ടിട്ടുണ്ട്. സ്റ്റേഷനിലെത്തി കാൾ പ്ലാറ്റ്സ്. നമ്മൾ ഇറങ്ങി ഒരു 5-8 സ്റ്റേഷൻ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇറങ്ങിയ സ്റ്റേഷൻ്റെ പേര്, ഈ സ്റ്റേഷൻ്റെ പേരെന്നാണ്? ഹോബാനോഫ്. അങ്ങനെ നമ്മൾ മ്യൂണിക്കിൻ്റെ മെയിൻ ഡൗൺ ടൗണിലെത്തി. ഇവിടെ ഒരു സ്റ്റാർബക്സ് കണ്ടു. കുറേ ആൾക്കാരുണ്ട് ഇവിടെ മെട്രോയിൽ കയറാനും ഇറങ്ങാനും ഒക്കെ. ഇപ്പോൾ ഇന്ന് സാറ്റർഡേ ഈവനിങ് ആയതുകൊണ്ടായിരിക്കും ഭയങ്കര ക്രൗഡുണ്ട്. എല്ലാവരും ഇന്ന് ഡേ ഓഫ് അല്ലേ അതിൻ്റെ. ഇത് വാഷ്റൂമാണോ? കുളിക്കാനൊക്കെ പറ്റുമോ? ഭയങ്കര തിരക്കാണല്ലോ അവിടെ. ഇതിൻ്റെ മെയിൻ റെയിൽവേ സ്റ്റേഷനിലെത്തി. ഇവിടെ നിന്നാണ് ജർമ്മനി, അതുപോലെ സ്വിറ്റ്സർലൻഡ്, അതുപോലെ യൂറോപ്പ് മുഴുവൻ പോകുന്ന ഐസ് ട്രെയിൻ
മൂവ് ചെയ്യുന്നത്. ഇതിവിടുത്തെ മെയിൻ റെയിൽവേ സ്റ്റേഷനാണ്. Informationen zum ICE 117 nach Klagenfurt aus. Berlin. Traunstein Berlin. Gleis 12. Newburg. ICE 117 nach Klagenfurt aus. Traunstein auf 1817 Klagenfurt Hauptbahnhof. Berufsnein Traunstein auf Hauptbahnhof. ഉണ്ടോ? ഇങ്ങനൊക്കെ പറന്നു പോകുന്ന ട്രെയിനുകളാണ്. മുടിഞ്ഞ വിലയാണ് ടിക്കറ്റിന്. ഫ്രാങ്ക്ഫർട്ടിന് പോകുന്ന ട്രെയിൻ കിടക്കുന്നു കണ്ടോ. ഫ്രാങ്ക്ഫർട്ട്. കുറച്ചൊക്കെ ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നതാണ് ഗുഡ്. ഉലും എന്ന് പറയുന്ന പോയിട്ടുള്ള പ്ലേസാണ്. മുഞ്ചനി വന്നു ഒരു ട്രെയിൻ. അങ്ങനെ മ്യൂണിക്കിലെ സിറ്റി സെൻറ്ററിലെത്തി. ചക്കു ഓൾ ദ ടൈം വരുമ്പോൾ ആ ഹോട്ടലാണ് താമസിക്കുന്നത്. മാരിടൈം എന്ന് പറഞ്ഞ ഹോട്ടലാണ്. നമുക്ക് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രോബ്ലം പാർക്കിംഗ് ഇഷ്യൂ ആണ്. ഇവിടെ ഇപ്പം നമുക്കിപ്പോൾ 4 പേർക്ക് സ്റ്റേ ചെയ്യണമെന്നുണ്ട് ഒരു 400 euro ആവും. ഒരാളാണെന്നുണ്ടെങ്കിൽ ഒരു 150 euroയ്ക്ക് കിട്ടും, 130. പിന്നെ പാർക്കിംഗ് സ്പേസ് വേറെ. തണുപ്പ് ഈസ് വെരി ഹൈ. ഇവിടെയും പോക്കറ്റടി ശ്രദ്ധിക്കണം. ജർമ്മനി ആണെന്ന് വിചാരിച്ച് അങ്ങനെ നടക്കരുത്. പോക്കറ്റ് ഇടയ്ക്കിടയ്ക്ക് നോക്കിക്കോണം. എല്ലാം അകത്ത് വെച്ച് ജാക്കറ്റ് ഇട്ട് യൂറോപ്പിൽ യാത്ര ചെയ്യുക. അല്ലെങ്കിൽ നമ്മളുടെ ക്യാഷും നമ്മുടെ പേഴ്സും ഒക്കെ പറന്നു പോകും. ആമ്പിള്ളേർ അടിച്ചുകൊണ്ട് പോകും. സോ ബിവെയർ ഓഫ് പിക്ക് പോക്കറ്റേഴ്സ് ഇൻ യൂറോപ്യൻ സിറ്റീസ്. കണ്ടോ, തെണ്ടുന്നവരിഷ്ടം പോലെയുണ്ട്. ഇവിടുത്തെ ബാർബർ ഷോപ്പ് ഉണ്ട്. പെട്ടെന്ന് 17 euro. മാരിയറ്റ് ഉണ്ട് ഇവിടെ. ഈ ബിൽഡിംഗ് എല്ലാം അടുപ്പിച്ചടിപ്പിച്ചിരിക്കുക. പല ബിൽഡിങ്ങാണ് ചേർത്ത് പോയിരിക്കും. ഇതിനിടയ്ക്കൊരു വിടവൊന്നുമില്ല ഒരു ബിൽഡിങ്ങും തമ്മിൽ. കോഫി മെഷീൻ ഇതവിടെ. ധാരാളം പൈസക്കാരുള്ള സിറ്റിയാണ് മ്യൂണിക്ക്. ഇവിടുത്തെ വണ്ടികളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഇറ്റ്സ് എ റിച്ച് സിറ്റി ഇൻ ജർമ്മനി. അതിൻ്റേതായ വില എല്ലാത്തിനും നമ്മൾ കൊടുക്കണം. വണ്ടി മക്ലാരൻ. വാവ്. റെസ്റ്റോറൻറ്റ് വന്നു ഇവിടെ മ്യൂണിക്കിൽ. ഇവിടെ ലഹം മന്തി 18 euro. ചിക്കൻ മദ്ബി 13 euro. മദ്ഹൂത്ത് 13 euro. സെർബിയൻ ഹെൻചൻ 12 euro. അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഏതാണ്ടൊക്കെ കുറച്ച് ഓർഡർ ചെയ്തു. ഒത്തിരി ദിവസമായി റൈസൊക്കെ കഴിച്ചിട്ട്. അപ്പം ജസ്റ്റ് റൈസൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചു. ഒരു അറബിക് റെസ്റ്റോറൻറ്റ് വന്നു ജർമ്മനിയിലെ മ്യൂണിക് സിറ്റിയിൽ. ഫുഡ് ഈ എമൻ സ്റ്റാർ റെസ്റ്റോറൻറ്റിൽ നിന്നായിരുന്നു. എമൻ സ്റ്റാർ ഓത്തൻറ്റിക് അറബിക് ഫുഡ്. കൊള്ളായിരുന്നു, നൈസായിരുന്നു, കൊള്ളാം. നമ്മൾ ഇപ്പം കഴിച്ചതിനെല്ലാം കൂടെ ഒരു 55 euro ആയി. അതായത് സൗദി റിയാൽ ഒരു 235 റിയാൽ. ഇവിടുത്തെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് എക്സ്പെൻസീവ് ആണ് അല്ല നമ്മൾ അവിടെ വെച്ച് നോക്കുമ്പോൾ. ബട്ട് ഇവിടുത്തെ റേറ്റ് നോക്കുമ്പം അടിപൊളി. ഭാഗത്തൊരു സോഫിറ്റൽ കാണാം. ഇവിടെ ഒരു ലീ മെറിഡിയൻ കാണാം. ഇവിടെ അലോഫ്റ്റ് ഉണ്ട്. ഇതൊരു ഹോട്ടൽ ഏരിയ. കൊള്ളാം. നമ്മളിച്ചിരി ഇരുട്ടി ഇവിടെ വന്നപ്പോൾ. ഇന്ന് ശനിയാഴ്ച രാത്രി ആയതുകൊണ്ടുള്ള ഒരു മന്ദപ്പുണ്ട്. ഒരു ക്ലാസി ലുക്കൊന്നും ഇല്ല ടൗണിനകത്ത്, സിറ്റിയിൽ. അതുകൊണ്ട്
യൂറോപ്പ് മൊത്തം ആ പണ്ടത്തെ ക്ലാസ്സി ലുക്ക് ഒക്കെ ഈ ഇമിഗ്രൻസ് വന്ന് കയറിയതോടുകൂടി ഓൾമോസ്റ്റ് 60% ഔട്ടായി. സിറ്റി മൊത്തം ട്രാമാണ് ഗൈസ്. എല്ലായിടത്തും തന്നെ നമുക്ക് ട്രാമ കാണുക. ഇവിടെ വണ്ടി ഓടിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ കുറച്ച് ടാസ്ക്കാണ് ശരിക്കും പരിചയമില്ലാത്തവർക്ക്. ഇവിടെ ട്രെയിൻ കിടക്കുന്നത് മിലാനോ പോർട്ട ഗരിബാൽഡി. ഈ ഒരു സ്റ്റേഷനിൽ നിന്നായിരുന്നു ഞങ്ങൾ ഇറ്റലിയിൽ നമ്മുടെ മിലാൻ ഇതിലോട്ട് പോയിരുന്നത്. എന്താ പറയുക, ഫൈറോ മിലാനേക്കുള്ള ട്രെയിനിലോട്ട് പോയത്. അവിടെ ഇറങ്ങിയിട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ഹോട്ടൽ അങ്ങോട്ട് പോകുന്നതിനും അവിടെ ഇറങ്ങിയിട്ടാണ് കയറിയത്. ഇപ്പോൾ ഇവിടെ നിന്ന് ഡയറക്റ്റ് മ്യൂണിക്കിൽ നിന്ന് അങ്ങോട്ടുള്ള ട്രെയിനാണ് നമ്മളിപ്പോൾ കണ്ടത്. നമ്മൾ പോയിട്ടുണ്ട്. ഇവിടെ നിന്ന് ഒരു 8-10 മണിക്കൂർ ഇരിക്കണം. ജർമ്മനിയുടെ അങ്ങേയറ്റമാണ്. നമ്മളവിടെ പോയിട്ടുണ്ട്. ബൈ റോഡ് ഡ്രൈവ് കൊളോൺ. ഓക്കെ, ഇതേ കയറാമെങ്കിൽ ഇതേ കയറാം. വാ, സ്റ്റേഷനിലോട്ട് ഇറങ്ങാൻ പോവാണ് ഇപ്പം സിറ്റി സെൻറ്ററിൽ നിന്ന്. ഇറങ്ങി മറിയം പ്ലാറ്റ്സിലെത്തി. ഇതാണ് മറിയം പ്ലാറ്റ്സ്. നമ്മൾ ഡൂമോ എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയി ഇറ്റലിയിൽ. അതുപോലെ ഒരു പ്ലേസാണ് ഈ ഒരു സ്ക്വയർ. ആൾക്കാരെല്ലാം മ്യൂണിക്കിൽ വന്നാൽ ഈ ഒരു സ്ക്വയറിൽ വരാതിരിക്കില്ല. അത്രയ്ക്കും ഫേമസ് ആണ് മറിയം പ്ലാറ്റ്സ്. കാണുന്ന ഈ പ്ലേസിൽ ഈ മേലുള്ളതായത് ഒരു 9 മണിയാകുമ്പോഴത്തേക്കും കറങ്ങി വെല്ലമൊക്കെ അടിച്ച് കുറച്ച് ഷോ ഒക്കെ ചെയ്യും അവിടെ. ഇപ്പോൾ 9 മണിക്കാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. നമ്മളിപ്പോൾ വന്നിട്ട് ഇനി 7 മണി, 2 മണിക്കൂർ വെയിറ്റ് ചെയ്യണം. കൊടും തണുപ്പ്. അതുകൊണ്ട് നമ്മളത് കാണാൻ നിൽക്കില്ല. കുറച്ച് നേരം ഇങ്ങനെ ഇവിടെ ഒക്കെ ഒന്ന് ടൈം സ്പെൻഡ് ചെയ്തിട്ട് നമുക്ക് പോവാം. അടിച്ച് ഫ്ലാറ്റായി കിടക്കുന്ന ഈ ഒരു സ്ട്രക്ചറൊക്കെ ഉണ്ടോ, വളരെ പഴയ ബിൽഡിങ്സ് ആണ്. ഭയങ്കര രസമാണ് ഇത് കാണാൻ. ഇതൊരു വേറൊരു ചർച്ചാണിത്. ഇതൊക്കെ മറിയം പ്ലാറ്റ്സിലുള്ള കടകളും ആ ഒരു സിറ്റി വൈബും ഒക്കെയാണ് ഇവിടെ ഉള്ളതെല്ലാം. നല്ല നല്ല ഗിഫ്റ്റ് ഷോപ്പുകളും പെർഫ്യൂം ഷോപ്പുകളും കടകളും ഒക്കെ ആയിട്ട് ഭയങ്കര രസമുള്ളൊരു വാക്ക് സ്ട്രീറ്റാണിത്. അങ്ങനെ കുറേ നേരം കറങ്ങി മറിയം പ്ലാറ്റ്സിൽ നമ്മൾ ഇവിടെ നിന്ന് വിടുക. ട്രെയിൻ സ്റ്റേഷനിലോട്ട് പോകുന്ന സബ്വേ. ഒരു ഡീപ്പ് എസ്കലേറ്റർ. നമ്മളങ്ങനെ തിരികെ ഹോട്ടലിലോട്ട് പോവാം. നമ്മുടെ ട്രെയിൻ 10 മിനിറ്റ് വരും. നമ്മളിപ്പോൾ ഉള്ളത് ഇവിടെയാണ്, മറിയം പ്ലാറ്റ്സ്. ഭയങ്കര ഇരുട്ടാണ് ഈ വഴിയൊക്കെ. നമ്മളിപ്പോൾ അവിടെ നിന്ന് മെട്രോയിൽ നിന്ന് ഇറങ്ങി നമ്മുടെ ഹോട്ടലിലോട്ട് നടക്കുവാണ്. മ്യൂണിക്കിൽ സ്റ്റേ ചെയ്യുന്ന ഹോളിഡേ ഇൻ ഹോട്ടലാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്നത്.
ഇപ്പോൾ ഹോളിഡേ ഹോട്ടലോട്ട് നമ്മളിപ്പോൾ നമ്മുടെ മെട്രോയിൽ നിന്ന് നടക്കുക. ഞങ്ങൾക്ക് 4 പേർക്ക് അപ്പ് ആൻഡ് ഡൗൺ ടിക്കറ്റിന് €20 ആയിരുന്നു. അത് ഒരു ദിവസം എത്ര വേണേലും പോകാം. പക്ഷേ രാവിലെ 6 മണി വരെ അലൗഡുള്ളൂ. അപ്പോൾ നമുക്കിതിപ്പോൾ ഒറ്റ ടൈം യൂസ് ചെയ്യാനേ പറ്റുള്ളൂ. ആ ടിക്കറ്റിന് വാലിഡ് ഉണ്ട്. ഇപ്പം പിന്നെയും പോകാം അങ്ങോട്ടും ഇങ്ങോട്ടും രാവിലെ 6 മണി വരെ. നമുക്കത് യൂസ്ഫുൾ അല്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്പം ഇനി നേരെ റൂമിലോട്ട് പോവാം. യൂറോപ്പിലൊക്കെ ഉള്ള ഏറ്റവും വലിയൊരു വിഷയം ഇത്. ഈവൻ മ്യൂണിക്ക് വന്നിട്ട് വൺ ഓഫ് ദ ബിഗസ്റ്റ് സിറ്റിയാണ് ജർമ്മനിയിലെ. പക്ഷേ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്ക്, ഒരു 8 മണി കഴിഞ്ഞതേ ഉള്ളൂ, എല്ലാം അടച്ചു. ഈവൻ ആ കോഫി ഷോപ്പ് പോലും അടഞ്ഞു കിടക്കുക. ഓൾമോസ്റ്റ് അടച്ചവർ പാക്കപ്പ് ചെയ്യുക. ഇനി കസ്റ്റമറെ അവർ സെർവ് ചെയ്യത്തില്ല. 8 മണി കഴിഞ്ഞതേ ഉള്ളൂ, വഴിയെല്ലാം വിജനം. അതാണ് യൂറോപ്പിൻ്റെ അവസ്ഥ. അതായത് ഒരുമാതിരി എന്താ പറയുക, സൈലൻറ്റ് ലൈഫ്. ഇനി സിറ്റിക്കുള്ളിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ അത് ഓൾമോസ്റ്റ് അടച്ചു. 7-8 ആയപ്പോൾ നമ്മൾ സ്റ്റേ ചെയ്യുന്ന ഈ ഹോട്ടലിലാണ്, ഹോളിഡേ ഇൻ. നമ്മൾ അവിടെ നിന്ന് ഒരു 15 മിനിറ്റ് നടന്ന് ഓൾറെഡി ഹോട്ടലിൻ്റെ പ്രിമിസസിലെത്തി. നമ്മുടെ വണ്ടി അവിടെ ഒരു പബ്ലിക് ഇതിലാണ് ഇട്ടിരിക്കുന്നത്. ഇവിടെ തന്നെ കിടപ്പുണ്ട് ഹോട്ടല്. നമ്മുടെ ഹോട്ടലിലെത്തി, ഹോളിഡേ ഇൻ. അങ്ങനെ ഹോട്ടലിലെത്തി. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി റെസ്റ്റോറൻറ്റ് വന്നിട്ടില്ല. നാടോയിൽ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. നാടോ റെസ്റ്റോറൻറ്റ്. ഭയങ്കര ക്രൗഡാണല്ലോ അവിടെ. ഞാൻ വിചാരിച്ചില്ല ഇത്രയും ക്രൗഡ് ഇവിടെ. കാണണമല്ല, മുടിഞ്ഞ ക്രൗഡാണ് ഇത് ഇവിടെ. ഹോളിഡേയിൽ ഇത്രയും ക്രൗഡ് ഉണ്ടെന്ന് നമുക്കറിയില്ലായിരുന്നു. വരുമ്പോഴൊന്നും ആരെയും കണ്ടില്ല. പക്ഷെ നമ്മൾ ഇപ്പം ബ്രേക്ക്ഫാസ്റ്റിന് വന്നപ്പോഴാണ് ഹോട്ടൽ ഫുള്ളാന്ന് തോന്നുന്നു. ഇന്ത്യൻ സൈഡ് നമ്മൾ മാത്രമേ ഉള്ളൂ. എല്ലാ ഇവിടുത്തുകാരും യൂറോപ്യൻസുമാണ്. എന്തോ എടുത്തു ഇങ്ങനെ ബ്രേക്ക്ഫാസ്റ്റിന് ചെറുതായിട്ട്. ഇപ്പോൾ രാവിലെ 8:30 മണി. ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നമ്മൾ ഇവിടുന്ന് നേരെ ഇംഗ്ലീഷ് ഗാർഡൻ കാണാൻ പോകും. കഴിഞ്ഞു നമ്മൾ മൂവ് ചെയ്യുക, ചെക്കൗട്ട് ചെയ്യുക. ഒരു കോഫി ഉണ്ടായിക്കളയാം. എവിടെ കപ്പിച്ചിനോ? എവിടെ? നമ്മളൊരു ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചിട്ട് തിരിച്ചു വരുക. ചേച്ചി ഇവിടെ നിൽപ്പുണ്ട്. അങ്ങനെ നമ്മൾ നമ്മുടെ ഹോട്ടലിൽ നിന്ന് ചെക്കൗട്ട് ചെയ്യാൻ പോവാണ് ഗൈസ്. നല്ല വെയിലാണ് വെളിയിൽ. 6 ഡിഗ്രിയാണ് വെളിയിൽ. മനസ്സിലായല്ലോ.
ബൈ ബൈ ഹോളിഡേ ഇൻ സി യു. ഓ നല്ല തണുപ്പ്, നല്ല തണുപ്പ്. അപ്പോൾ നമുക്ക് ഇംഗ്ലീഷ് ഗാർഡൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.